ഞങ്ങളങ്ങനെ ഞങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ചാണ് കൊണ്ടുപോകണം. മുഴുവൻ പേരും ചേർന്നില്ല. BMS അടക്കം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഇടയ്ക്ക് BMS വിട്ടുപോയി, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അതിപ്പം AHUCക്കാർക്ക് ചില സമയത്ത് അവരങ്ങനെ പറയാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടേതായ അവർക്ക് വേറെ ട്രേഡ് യൂണിയൻ അല്ലേ, വേറെ പാർട്ടിയല്ലേ, അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്, അവരെ പറയുന്നുണ്ട്, അത്രേ ഉള്ളൂ, വേറെ അതിനകത്ത് കാര്യമൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കവും ഇല്ല, ആ പ്രശ്നത്തിൽ ഒരു ഇതുമില്ല. വളരെ യോജിച്ച് തന്നെ ഞങ്ങൾ പോവാണ്. ഒരുമിച്ചാണ് എല്ലാ ചർച്ചകളിലും പങ്കെടുത്ത് എല്ലാം തീരുമാനമെടുത്തത്. രാഷ്ട്രീയ പക്വതയുടെ അല്ല എന്നത് പ്രശ്നം. ഒരമ്മ എന്ന രൂപത്തിൽ നമ്മൾ അതിനെ കാണുക, ചുമ്മാ ഇങ്ങനെ നമ്മൾ കാണരുത്. അവര് MLA മാത്രമല്ല, അവരൊരു അമ്മയാണ്, അവർക്കുള്ള ഏക മകനാണ്. ആ ഏക മകനുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ ഒരു അമ്മ എന്ന രൂപത്തിലേക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ഒരു പ്രതികരണം വന്നു. അതിനപ്പുറത്തോട്ട് വേറെ അതിനകത്തില്ല ഒരു പ്രതികരണം. അവർ സ്വാഭാവികമായിട്ട് പ്രതികരിക്കുമല്ലോ. അവര് അവരുടെ വിശ്വാസം ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള രൂപത്തിൽ തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടുകെട്ടിൽ പോയി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ, ഇങ്ങനെ കേസിലൊക്കെ പ്രതിയായി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അമ്മയെന്ന രൂപത്തിലേക്കുള്ള ഒരു സ്ത്രീയുടെ വേദനയാണ് അവരതിനകത്ത് വന്നത്. അതാണ് അവർ പ്രകടിപ്പിച്ചത്. ആരെ സംബന്ധിച്ച് അങ്ങനെ വന്നതൊക്കെ അവര് അങ്ങനെ അത് ഒരു ഗാങ്ങായിട്ട് പോയപ്പോഴാണ് പിടിച്ചത്. ഞാനതിന് മറ്റാഭിസ്ഥാനം എനിക്കറിയാൻ പാടില്ല. ഈ പയ്യൻ മാത്രമല്ലായിരുന്നു, ഈ പയ്യൻ വേറെ കുട്ടികളുമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇപ്പം നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൻപുറത്ത് ഇങ്ങനെയുള്ള കുട്ടികൾ ഈ കൂട്ടം കൂടിയാണല്ലോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏതോ ഗ്യാങ്ങിനകത്ത് ഇവൻ പെട്ടുപോയതായിരിക്കണം, അങ്ങനെയായിരിക്കണം ഈ കേസ് വന്നിട്ടുള്ളത്. അതല്ലാണ്ട് അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. പക്ഷെ അവർക്ക് ഉണ്ടായ ഒരു വേദന ഇതാണ്, സ്വന്തം മകനാണ്, ഒറ്റ മകനേ ഉള്ളൂ, ഭർത്താവ് ഭരിച്ചതാണ്, പിന്നെ ആ കൂടിയുള്ള ഈ കുട്ടിയാണ് അവിടെ എല്ലാം അവരാരും വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കേട്ടപ്പോൾ ഉണ്ടായ ഒരു പെട്ടെന്നുള്ള എല്ലാ രൂപത്തിലുള്ള ഒരു ഇതുകൊണ്ടാണ് പ്രതിഷേധം വരുമല്ലോ, അത് വന്നേയുള്ളൂ. അത് അതിന്റെ വഴിക്ക് പോകുകയല്ലേ, നമ്മളെന്തെങ്കിലും പരിശോധിക്കുന്നത്? അല്ലാതെ എങ്ങനെ എടുത്ത് പറയാൻ നോക്കും? എക്സൈസ് അങ്ങനെ ബോധപൂർവ്വം ചെയ്യാൻ നോക്കുമോ? ബോധപൂർവ്വം ആരെങ്കിലും അങ്ങനെ കേസ് പ്രതിയാക്കാൻ അവന്റെ വിവരം അറിയും. ഏതെങ്കിലും ഒരാളെ തെറ്റായ രൂപത്തിൽ കേസ് പ്രതിയാക്കാൻ നോക്കുമോ? അത് ഞാൻ പറയാം, അവര് ആ രൂപത്തിലാണ് നോക്കുന്നത്, ആ ആംഗിളിലാണ് അവരെ നോക്കുന്നത്. ഞങ്ങളതല്ലല്ലോ. ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ഇതാണ് ഞങ്ങൾ നോക്കുന്നത്. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അതിനകത്തല്ല വേറെ, അതിനകത്ത് എന്ത് മര്യാദ, അതിനകത്ത് വന്ന അവസാനം എന്തൊക്കെ എഴുതിയത്? ഇത് ഇവിടുത്തെ ഒരു എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ ഇതിന്റെ പേരിലാണ് മാറ്റിയെന്ന് പറയണത്. എന്ത് പറയാനൊക്കെ ആര് അതിന്റെ വേക്കൻസി വന്നിട്ടാണ്. അതെ തിരുവനന്തപുരത്ത് എവിടെയാണ് എന്റെയൊക്കെ പറഞ്ഞ അദ്ദേഹം എന്റെ തന്നെ പറഞ്ഞ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, ഞാനിവിടെ ഇരിക്കില്ല, എനിക്ക് പോകണം, അങ്ങനെ കൊടുത്തിരിക്കാന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, അതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം വന്നു എന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാണ് പിന്നെ അറിയുന്നത് ഈ വാർത്ത വരുന്നത്. യഥാർത്ഥത്തിൽ ഇത് വരുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ഓർഡർ ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ഈ സംഭവം നടന്നതിന് മുമ്പ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഇതായിട്ട് പറയല്ലേ. യാതൊരു കാരണവശാലും അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഈ ഗവൺമെന്റ് കാലത്ത് ഉണ്ടാക്കിയത്. ഇതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിൽ ഒരു പ്രതികാര നടപടികളൊന്നും ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ നമ്മൾ സ്വീകരിച്ചിട്ടുമില്ല, സ്വീകരിക്കുകയില്ല. യെസ്. അപ്പൊ എല്ലാവരും ഉദ്ഘാടന സമ്മേളനത്തിലൊക്കെ എല്ലാവരും എത്തണം. അവിടെ എത്തണം. ഏതാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വേറെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വേറെ അതിന് വേണേ ദേവമാൻ റെഡിയാണ്, ചെയർമാൻ റെഡിയാണ്, എന്ത് വേണമെങ്കിൽ. ശരി, ഇവിടെ ആളെ മനസ്സിലാക്കിയല്ലോ. ഒന്ന് ചെയർമാൻ TK ദേവൻ, ഇത് കൺവീനർ സെക്രട്ടേറിയറ്റ് മെമ്പർ ചിത്തരഞ്ജൻ, മറ്റേത് C പ്രസാദ്, അവിടുത്തെ ഏരിയ സെക്രട്ടറി, എന്റെ കൺവീനർ പ്രസാദ് സെക്രട്ടേറിയറ്റ് മെമ്പർ, ചെയർമാൻ ദേവകുമാർ. ഇത്രയും പേരാണ് ഇവിടെ പങ്കെടുത്തത്. ഞങ്ങൾ 3 പേരുടെ പേര് അതിനകത്ത് ഇട്ടുള്ളൂ.